രാമക്ഷേത്ര വിധി അട്ടിമറിക്കുമെന്ന് രാഹുൽ പറഞ്ഞതായി പ്രിയങ്കയുടെ വിശ്വസ്തന്റെ വെളിപ്പെടുത്തൽ. അനുയായികളുടെ യോഗം വിളിച്ചാണ് രാഹുൽ തീരുമാനം പ്രഖ്യാപിച്ചതെന്നും വെളിപ്പെടുത്തൽ. പ്രിയങ്കയുടെ മുൻ വിശ്വസ്തൻ ആചാര്യ പ്രമോദ് കൃഷ്ണന്റേതാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വളരെയധികം നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് തന്നെയല്ലേ ഈ ഏറ്റവും പുതിയതായി വന്ന ഈ ഒരു വെളിപ്പെടുത്തൽ? നിഖിൽ, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ആചാര്യ പ്രമോദ് കൃഷ്ണ നടത്തിയിട്ടുള്ളത്. വെറും ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രിയങ്കയുടെ വിശ്വസ്തനായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രാഹുലിനെതിരെയും രൂക്ഷമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിയിട്ടുള്ളത്. 2019 സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ശ്രീരാമ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായക വിധി പ്രസ്താവം പുറത്തു വന്നതിന് പിറകെ നടന്നിട്ടുള്ള പ്രത്യേക യോഗത്തിൽ, അനുയായികളുടെ യോഗത്തിൽ, രാമജന്മഭൂമിയിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി അട്ടിമറിക്കുമെന്നുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ രാമജന്മഭൂമിയിൽ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രം പണിയുന്നതിനുള്ള അവകാശം നൽകിക്കൊണ്ട്, അതിനുള്ള അനുവാദം നൽകിക്കൊണ്ടായിരുന്നു 2019 സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്, രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നത്. അത് അയോധ്യ ഒന്നാകെ, അല്ലെങ്കിൽ ഭാരതം ഒന്നാകെ അംഗീകരിച്ചിരുന്ന വേളയിലും അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ള ചില മുനവെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ അന്നും കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രമല്ല, സുപ്രീം കോടതി വിധി തന്നെ അട്ടിമറിക്കും, അത് മുൻപ് രാജീവ് ഗാന്ധി ഷഹബാനു കേസിലെ ഉത്തരവുകൾ എങ്ങനെയാണോ അട്ടിമറിച്ചത് അതിന് സമാനമായി, അല്ലെങ്കിൽ അത് എങ്ങനെയാണോ ബാധകമാകാതിരുന്നത് അതിന് സമാനമായി കോൺഗ്രസ് അധികാരത്തിലേറുമ്പോൾ ആ വിധി അപ്രസക്തമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ വിധി ഓവർകം ചെയ്തുകൊണ്ട് അട്ടിമറിക്കാൻ തങ്ങൾക്കാകും, അല്ലെങ്കിൽ കോൺഗ്രസിനാകുമെന്നുള്ളൊരു പ്രഖ്യാപനവും ആത്മവിശ്വാസവുമാണ് ആ യോഗത്തിൽ രാഹുൽ നടത്തിയത് എന്നുള്ളതാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ നിന്നുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി, ഒപ്പം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ, ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ചില വ്യക്തികൾ, ഇത്തരം ആളുകൾ ഉൾപ്പെടുന്ന രഹസ്യ യോഗത്തിലാണ് ഇത്തരത്തിൽ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി അട്ടിമറിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് പ്രിയങ്കയുടെ മുൻ വിശ്വസ്തൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അത്രയധികം പ്രാധാന്യം അതൊരു ഹൈന്ദവ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണ തുറന്നടിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് വലിയ ക്ഷീണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും രാഹുലിനും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റായ്ബറേലിയിൽ നിലവിൽ രാഹുൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കുമെന്ന വലിയ ആശയക്കുഴപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് അവസാന നിമിഷങ്ങൾ വരെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അമേഠി മാറ്റിവെച്ചുകൊണ്ട് ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ, ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ റായ്ബറേലി രാഹുൽ തെരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെയും രാഹുലിനെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ആചാര്യ പ്രമോദ് കൃഷ്ണയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത്തരത്തിലൊരു വിലയിരുത്തൽ നമുക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നടത്തേണ്ടി വരും. കാരണം അത്രയധികം സ്വാധീനം, അത്രയധികം പ്രാധാന്യം രാമക്ഷേത്രത്തിന് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ഗുരുതരമായ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രാഹുലിനെതിരെയും മുൻ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിശ്വസ്തൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. നിഖിൽ, ജിഷ്ണു, ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രാമക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടന്ന സമയത്തും കോൺഗ്രസിനെ ഔദ്യോഗികമായി ക്ഷണിച്ച സമയത്ത് കോൺഗ്രസ് ഇല്ല എന്നുള്ള ആ ഒരു വാദം ഉന്നയിക്കുകയും രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തങ്ങളില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസ് പലരെയും പ്രീണിപ്പിക്കാൻ പല നടപടികൾ കൈക്കൊള്ളുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയല്ലേ? നിങ്ങൾ തീർച്ചയായും അയോധ്യയിൽ ഈ വർഷം ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം
കോൺഗ്രസ് നേതൃത്വത്തിനും നൽകിയിരുന്നു. എന്നാൽ നിരവധി ആലോചനകൾക്ക് ശേഷം ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റിയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കണമെന്നുള്ളത്. പക്ഷേ നിഖിൽ സൂചിപ്പിച്ചതുപോലെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലും നേടാൻ സാധിക്കുക പരമാവധി ന്യൂനപക്ഷ വോട്ട് ബാങ്ക് കൈപ്പിടിയിലാക്കുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുന്നത്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം BJP നേതാക്കൾ തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു തുറന്നു പറച്ചിലും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം കോൺഗ്രസ് ആ സമയത്ത്, അതായത് 2019 അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നപ്പോഴും തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർക്കിടയിലേക്ക് കൊടുത്തിട്ടുള്ള മെസ്സേജ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്നുള്ളത് കോൺഗ്രസ് ഭരണത്തിലേറിയാൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി ഓവർകം ചെയ്തുകൊണ്ട്, ആ വിധി അട്ടിമറിച്ചുകൊണ്ട് ആ വിധി അപ്രസക്തമാക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും അന്ന് മുൻപോട്ട് വെച്ചിരുന്ന, അല്ലെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻപോട്ട് വെച്ചിരുന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ ഒരു നിർണായകമാകുന്ന ഒരു വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രിയങ്കയുടെ വിശ്വസ്തൻ്റെ വെളിപ്പെടുത്തലാണ്. രാഹുൽ ഇതിനുവേണ്ടി, അതായത് രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു വിധി, കോടതി വിധി അട്ടിമറിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ പ്രത്യേക യോഗം വിളിച്ചു, യോഗത്തിൽ ഈ തീരുമാനം പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് പ്രിയങ്കയുടെ മുൻ വിശ്വസ്തനായിട്ടുള്ള ആചാര്യ പ്രമോദ് കൃഷ്ണമാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ തുടരുന്നുണ്ട്. ജിഷ്ണു, തെരഞ്ഞെടുപ്പ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3ാം ഘട്ടം നാളെ ബൂത്തിലെത്താൻ ഇരിക്കെയാണ് കോൺഗ്രസിനെ വെട്ടിലാക്കി വലിയൊരു വെളിപ്പെടുത്തൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്രത്തോളം തിരിച്ചടി ഉണ്ടാവും? നിഖിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തീർച്ചയായും ഈ വിഷയം വലിയ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്തരത്തിലൊരു തുറന്നുപറച്ചിലാണ്, ഗുരുതരമായിട്ടുള്ള തുറന്നുപറച്ചിലാണ് രാഹുലിനെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തന്നെ മുൻ വിശ്വസ്തനായിരുന്ന പ്രമോദ് കൃഷ്ണ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചാ വിഷയമാകും ഇക്കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ വിഷയത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിക എന്ന് വിളിക്കാവുന്ന ആ ഒരു ഉത്തരേന്ത്യൻ ബെൽറ്റിൽ രാമക്ഷേത്രത്തിനും അത് യാഥാർത്ഥ്യമായതിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയധികം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അയോധ്യയിൽ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം. അതുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതുകൊണ്ട് BJPക്ക് വലിയ ജനപിന്തുണ ഈ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് രാമക്ഷേത്രത്തിൻ്റെ വിധി അട്ടിമറിക്കാനുള്ള പ്രഖ്യാപനം രാഹുൽ നടത്തി എന്നുള്ളൊരു തുറന്നു പറച്ചിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുൻ വിശ്വസ്തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് റായ്ബറേലിയിൽ പോലും രാഹുലിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. നമുക്കറിയാം, ഉത്തർപ്രദേശ് 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. അപ്പം കേന്ദ്രം ആര് ഭരിക്കണം, ഉത്തർപ്രദേശിലെ കാറ്റനുസരിച്ച് കേന്ദ്രത്തിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ സാധിക്കുമെന്നൊരു നിരീക്ഷണം ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുവെയുമുണ്ട്. ആ ഒരു ഉത്തർപ്രദേശിൽ നിലവിൽ തന്നെ കോൺഗ്രസിനുള്ളത് ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ്, റായ്ബറേലി. ആ സീറ്റും നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ കോൺഗ്രസിനെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എന്ന വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കും. കാരണം അത്രയധികം ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള, ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള ആ ഒരു മേഖലയും ഒപ്പം മഹാരാഷ്ട്ര മേഖലയും എല്ലാം തന്നെ. അവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തെ പരിശോധിക്കുമ്പോൾ 14-ലും 19-ലും ഈ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ കോൺഗ്രസിനുള്ള ജനപിന്തുണ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങളായിരുന്നു. അവിടെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, MLA-മാരുടെ എണ്ണവും വലിയധികം കുറഞ്ഞുകൊണ്ട് ജനപിന്തുണ അത്രയധികം ഈ സംസ്ഥാനങ്ങളിൽ കുറയുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണവും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനവും ഒപ്പം വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനായി, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടുകളുമാണ്. അതിനൊരു പരിധിവരെ കേരളത്തിൽ നിന്നുള്ള നേതൃത്വത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച്
രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ തന്നെ എടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം ആവർത്തിച്ച് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ 2019 ഒരു സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എംപിമാരെ കിട്ടിയിട്ടുള്ളത് അത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ കേരള ഘടകം ആ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നത് ഒരു കാരണവശാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ആ കേരള ഘടകത്തിൻ്റെ ഉൾപ്പെടെ കാരണം അത്രയധികം എംപിമാരെ നിലവിൽ നൽകുന്ന ഒരു സംസ്ഥാനം കോൺഗ്രസ് നേതൃത്വത്തിന്. അതുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിലെ സഖ്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടും ന്യൂനപക്ഷ വോട്ട് ബാങ്ക് സംരക്ഷിക്കണമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരം തീരുമാനത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതും ഒപ്പം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തുറന്നുപറച്ചിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്ന രാഹുലിൻ്റെ പ്രഖ്യാപനവും വരുന്ന തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പുകളിൽ അതായത് ഇപ്പോൾ 2 ഘട്ട വോട്ടെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. നാളെ 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു. 7 ഘട്ടങ്ങളിലായി ആണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെടുപ്പുകളിൽ അത് കോൺഗ്രസിനെ സാരമായി ബാധിക്കും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന കാര്യത്തിലും സംശയമില്ല. നിഖിൽ, എന്തായാലും രാമക്ഷേത്ര വിധി അട്ടിമറിക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ പറഞ്ഞതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പ്രിയങ്കയുടെ വിശ്വസനൻ്റെ വെളിപ്പെടുത്തലാണ് വന്നിട്ടുള്ളത്. അനുയായികളുടെ യോഗം വിളിച്ച് രാഹുൽ ഇക്കാര്യം പ്രഖ്യാപിച്ചു എന്നും വെളിപ്പെടുത്തൽ പറയുന്നുണ്ട്. പ്രിയങ്കയുടെ മുൻ വിശ്വസനായിട്ടുള്ള ആചാര്യ പ്രമോദ് കൃഷ്ണമാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.